വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാനാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാൺകെ തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. എമൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ മടങ്ങി യെരുശലേമിൽ വന്ന് മറ്റ് 11 അപ്പോസ്തലന്മാരോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെ അവർ കണ്ടു. അവർ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള എല്ലാ പ്രത്യക്ഷതകളെയും കുറിച്ച് പറയുകയാണ്. അതിൽ ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് അവർ പറഞ്ഞു. ശിമോൻ പത്രോസിന് പ്രത്യക്ഷനായതിനെക്കുറിച്ച് പറഞ്ഞു. എമ്മൗസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായതിനെക്കുറിച്ചും പറഞ്ഞു. അപ്പം മുറിച്ചപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞ കാര്യവും ഇവർ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പം മുറിച്ച സംഭവം ശിഷ്യന്മാർക്ക് ഓർക്കുവാൻ വലിയ താല്പര്യമുണ്ടാവുകയില്ല. കാരണം കർത്താവ് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ച സമയത്താണ് അന്ത്യ അത്താഴം അഥവാ കർത്തൃമേശ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ആ സമയത്ത് യേശു പറഞ്ഞ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടാക്കുന്നതായിരുന്നു. താൻ പോവുകയാണ് എന്നവർക്ക് മനസ്സിലായി. അതിൽ അവർ ദുഃഖിതരായിരുന്നു. കൂടാതെ അവരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അതിലവർ ദുഃഖിതരായിരുന്നു. അവർ ചോദിച്ചു, ഞാനാണോ എന്ന് എല്ലാവരും ചോദിച്ചു. നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇല്ല, ഞങ്ങളങ്ങനെ ചെയ്യുകയില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പത്രോസിനോട് പ്രത്യേകം കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് അത് നിരസിച്ചുവെങ്കിലും പിന്നീട് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ശിഷ്യന്മാർ ആ അന്ത്യ അത്താഴ ദിവസം പെസഹയുടെ അന്ന് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത ആ കാര്യം, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ പരാജയങ്ങൾ, അവരുടെ നിരാശ, അവരുടെ ദുഃഖം, ഇതിനെക്കുറിച്ചൊക്കെയാണ് അവർ ഓർക്കുക. അതുകൊണ്ട് അപ്പം മുറിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്ത ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുവാനേ അവർക്ക് താല്പര്യമില്ല. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തത് അപ്പം മുറിച്ച സമയത്താണ്. അതിൻ്റെ അർത്ഥം കർത്താവ് ഇതൊന്നും മറക്കുകയില്ല. മാത്രമല്ല, ഇതിൻ്റെ ഒന്നും പേരിൽ അവരെ കുറ്റം വിധിക്കുകയുമില്ല. അവരോടൊപ്പം
അവരെ സഹായിക്കുവാൻ വേണ്ടി, അവർക്കൊരു പുതിയ ജീവിതം നൽകുവാൻ വേണ്ടി താൻ സന്നിഹിതനാണ് എന്ന കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എമ്മൗസിൽ നിന്ന് വന്ന ശിഷ്യന്മാരും വന്നത്. അവർ വന്ന് അവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട കാര്യം അവരോട് പറഞ്ഞു. ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മുമ്പിൽ, അവരുടെ നടുവിൽ വന്ന് നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടു. അവിടെ സംഭവിച്ചത് സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. മരിച്ച ഒരാൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പിൽ വന്നാൽ നാം എന്ത് ചെയ്യും? നാം ഞെട്ടിപ്പോകും, നാം ഭയപ്പെടും. ഭൂരിപക്ഷം പേരും പറയും ഞാനൊരു ഭൂതത്തെ കാണുന്നുവെന്ന്. ഇതുതന്നെയാണ് അവർക്കും ഉണ്ടായത്. അവർ ഭയപ്പെട്ടു. അവർ കണ്ട ഉടനെ യേശുവാണ്, ഇത് യേശു ഉയർത്തെഴുന്നേറ്റതാണ് എന്നൊന്നും ശിഷ്യന്മാരാരും പറഞ്ഞില്ല. അവർ അങ്ങനെ ചെയ്തിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും എഴുതിയിരുന്നെങ്കിൽ വായിക്കുന്നവർക്ക് സംശയം തോന്നിയേനെ. അങ്ങനെയല്ലല്ലോ ആളുകൾ സാധാരണ പെരുമാറുക. ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, അവർക്ക് സംശയമുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ പല ദുരൂഹതകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന വിവരണങ്ങൾ വാസ്തവമാണ് എന്ന് നാം വിശ്വസിക്കുന്നത്. അവർ ഞെട്ടി ഭയപ്പെട്ടു, അവർ ഭയന്നുപോയി, അവർ വിചാരിച്ചു ഒരു ഭൂതത്തെയാണ് കാണുന്നതെന്ന്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ കലങ്ങുന്നതെന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്. അതിൻ്റെ അർത്ഥം കണ്ട ഉടനെ അവർ വിശ്വസിച്ചില്ല, അവർക്ക് സംശയം തോന്നി. യേശു തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. താൻ പറയുകയാണ്, ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. ആണിപ്പാടുകൾ കയ്യിലും കാലിലുമുണ്ട്, എന്നെ തൊട്ടു നോക്കുവിൻ. ചിലർ ഞാൻ ഭൂതമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭൂതമല്ല, ഞാൻ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ മാംസവും അസ്ഥിയുമുള്ള ഒരു ദേഹമാണ് എനിക്കുള്ളത്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു. താൻ ഉയർത്തെഴുന്നേറ്റത് ശരീരത്തോടു കൂടിയാണ്, അല്ലാതെ ഒരു ഭൂതമല്ല, ഒരു സ്പിരിറ്റല്ല, ഒരു ആത്മാവല്ല. ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പാണ് യേശു ക്രിസ്തുവിനുണ്ടായത്. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അതിൻ്റെ അർത്ഥം യേശു ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് താൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനിയും അനേകർ ആ നിലയിൽ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. അവരുടെ ഉയർത്തെഴുന്നേൽപ്പും അവരുടെ ശരീരത്തോടു കൂടിയായിരിക്കും. ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ ശവശരീരം ഈ ഭൂമിയിൽ നാം മറവ് ചെയ്യും. എന്നാൽ പുനരുത്ഥാന ദിവസത്തിൽ മണ്ണിൽ നിന്നും ആ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. ഓരോ വ്യക്തികളും അവരവരുടെ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ആ ശരീരങ്ങൾ ഈ ലോകത്തിലുള്ള ഭൗതിക നിയമങ്ങൾക്ക് അതീതമായിരിക്കും. അത് യേശുവിൻ്റെ കാര്യത്തിലും ശരിയായിരുന്നു. മറ്റ് ശിഷ്യന്മാരെല്ലാം ആ മുറിക്കുള്ളിൽ വാതിലിലൂടെ കടന്നാണ് വന്നത്. എന്നാൽ ആ മുറിയുടെ വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ യേശുവിന് ആ മുറിക്കുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം തനിക്ക് ശരീരമുണ്ടായിരുന്നെങ്കിലും ശരീരം ഭൗതിക നിയമങ്ങൾക്ക് അതീതമായിരുന്നു. ഈ കാര്യം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു പറയുന്നത്, എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ കഴിക്കാൻ വല്ലതും ഉണ്ടോ? അപ്പോൾ അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം യേശു വാങ്ങി അവരുടെ മുമ്പാകെ തിന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഒരു ഭൂതമല്ല, ഒരു ആത്മാവല്ല, മറിച്ച് ശാരീരികമായി യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ ഭക്ഷണം കഴിച്ചു അവരുടെ മുമ്പിൽ വെച്ച് തന്നെ. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം അവർക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ പിന്നെ യേശു അവരോട് പറയുകയാണ്, ഇതാകുന്നു ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ പറഞ്ഞ വാക്ക്. 44-ാം വാക്യത്തിൽ, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഈ 44-ാം വാക്യം വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്.
കാരണം പുതിയ നിയമത്തിൽ സാധാരണ പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നത് മോശയും പ്രവാചകന്മാരും എന്നാണ്. ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിൽ അങ്ങനെയാണല്ലോ യേശു പറഞ്ഞത്. എന്നാൽ ഇവിടെ മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകം, സങ്കീർത്തനം, ഈ 3 കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് താൻ അവരോട് പറയുകയാണ്. ശിഷ്യന്മാരോട് യേശു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അത് പറഞ്ഞ സമയത്ത് അവർക്കത് മനസ്സിലായില്ല. അവരുടെ ബുദ്ധി അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം തുറന്നിരുന്നില്ല. എന്നാൽ 45-ാം വാക്യത്തിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ പല കാര്യങ്ങളെക്കുറിച്ചും യേശു ശിഷ്യന്മാരോട് പറയുകയും ചെയ്തിരുന്നു. എങ്കിലും അതൊന്നും അവർക്ക് അന്ന് മനസ്സിലായില്ല. ഉദാഹരണത്തിന് യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച് യേശു പല പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. എന്നാൽ അന്നൊന്നും അവർക്കത് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് ചോദിക്കുവാനോ പറയുവാനോ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം യേശു ഈ കാര്യങ്ങളെ വീണ്ടും അവർക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായി. അതിൻ്റെ കാരണം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവെഴുത്തുകളിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കണം. അതില്ലാതെ തിരുവെഴുത്തുകൾ വായിക്കുന്ന അനേകരുണ്ട്. അവർ തിരുവെഴുത്തുകൾ വായിച്ച് പല കാര്യങ്ങൾ കണ്ടെത്തും. അവർ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനുള്ള തെളിവുകൾ അവർ കണ്ടെത്തും. ബൈബിൾ വായിച്ചിട്ടാണ് ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ കൾട്ട് ഗ്രൂപ്പുകളും സ്ഥാപിതമായിരിക്കുന്നത്. അവരെല്ലാവരും ബൈബിളിലേക്ക് തന്നെയാണോ നോക്കുന്നത്? ബൈബിൾ വായിച്ചിട്ട് തന്നെയാണ് ഒരു കൂട്ടർ പറയുന്നത് യേശുക്രിസ്തു ദൈവമല്ലെന്ന്. ബൈബിൾ വായിച്ചിട്ട് തന്നെയാണ് ചിലർ പറയുന്നത് മനുഷ്യന് ആത്മാവില്ല എന്ന്. ബൈബിൾ വായിച്ചിട്ട് തന്നെയാണ് ചില ആളുകൾ പറയുന്നത് ദൂതന്മാരില്ല എന്ന്. ബൈബിൾ വായിച്ചിട്ട് തന്നെയാണ് ചില ആളുകൾ പറയുന്നത് മനുഷ്യന് ആത്മാവില്ല എന്ന്. ബൈബിൾ വായിച്ച ചിലർ തന്നെ ദൈവാസ്തിത്വത്തെ നിരസിക്കുന്നു, യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നില്ലെങ്കിൽ തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചു. യേശു അവരുടെ ബുദ്ധിയെ തുറന്നു. അവർക്ക് തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി. തിരുവെഴുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, വിഷയം, അത് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയണം. എന്താണ് തിരുവെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? നിങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുന്നു, അതിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കർത്താവ് പരീശന്മാരോട് പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് യേശു പറഞ്ഞെന്താണ്? എന്നാൽ ആ തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ വായിക്കുന്ന ഒരാൾ പ്രാഥമികമായും മനസ്സിലാക്കേണ്ട കാര്യം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മോശയും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നവയാണ് ഈ എഴുത്തുകളെല്ലാം. അത് മനസ്സിലാക്കാതെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. യേശു തുടർന്ന് അവരോട് പറയുകയാണ്, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കണം, 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം, ഇതൊക്കെ തിരുവെഴുത്തുകളിൽ എഴുതിയിരുന്നതാണ്. മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കണം എന്നുള്ള കാര്യവും തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. അത് യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം, അതും തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. യെരുശലേമിൽ തുടങ്ങി എന്നാണ് പറയുന്നത്. ഈ ശിഷ്യന്മാർ യെരുശലേമിൽ വളരെ ഭയപ്പെട്ടാണ് ഈ സമയത്ത് കഴിയുന്നത്. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാരെയും പിടിക്കും, അവരും കുഴപ്പത്തിലാകുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. എന്നാൽ യേശു അവരോട് പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ
പുനരുത്ഥാനത്തെക്കുറിച്ചും അവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും യെരുശലേമിൽ തുടങ്ങി വേണം പ്രസംഗിക്കാൻ. എന്ന് വെച്ചാൽ ആദ്യം പ്രസംഗിക്കേണ്ടത് യെരുശലേമിലാണ്. എവിടെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നുവോ, എവിടെ യേശുവിനെ ക്രൂശിച്ചുവോ, എവിടെ യേശുവിൻ്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നുവോ, അവിടെ തുടങ്ങി നിങ്ങൾ പ്രസംഗിക്കണം. അവിടെ തുടങ്ങിയാൽ മാത്രം പോരാ, സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. ലൂക്കോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇതാണ് നാം അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്. ശിഷ്യന്മാർ എങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിച്ചതെങ്ങനെ എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നു. അതിന് ഒരു ഇൻട്രഡക്ഷനായിട്ടാണ് ഒരു പക്ഷേ 47-ാം വാക്യത്തിൽ ലൂക്കോസ് പറയുന്നത്. കർത്താവ് തന്നെ അവരോട് ഈ കാര്യം പറയുന്നു. ഇങ്ങനെ ഇവർ പ്രസംഗിക്കുവാൻ ഇവർക്കുള്ള യോഗ്യത എന്താണ്? അതാണ് 48-ാം വാക്യത്തിൽ നാം കാണുന്നത്. ലൂക്കോസ് പറയുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ആരാണൊരു സാക്ഷി? ജഡ്ജിയല്ല, വക്കീലല്ല, സാക്ഷി. സാക്ഷി താൻ കണ്ട കാര്യം എന്താണ് എന്ന് മറ്റുള്ളവരോട് പറയുന്നു. താൻ കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. അതിൽ ഈ സാക്ഷിയുടെ കമൻറ്റോ അയാളുടെ അഭിപ്രായമോ ഒന്നും ആവശ്യമില്ല. കണ്ടത് പറഞ്ഞാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടനായ വ്യക്തിയെ യേശു സൗഖ്യമാക്കി. ഈ കുരുടനായ വ്യക്തിയെ അന്നത്തെ മതനേതാക്കൾ, ദൈവശാസ്ത്രം പഠിച്ചവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് യേശു പാപിയാണോ ഇല്ലയോ എന്നൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, പ്രവാചകനാണോ ഇല്ലയോ അതും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ഇതാണ് സാക്ഷി എന്നതിൻ്റെ അർത്ഥം. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. ഇതാണ് സാക്ഷി. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ജീവിച്ചവരാണ്, യേശുവിൻ്റെ മരണത്തിന് ദൃക്സാക്ഷികളാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും അവർ കണ്ടിരിക്കുന്നു. ഈ കാര്യം ലോകത്തോട് പറയുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം. അത് ചെയ്താൽ മതി. ഇനി ഈ ശിഷ്യന്മാർ ഭീരുക്കളാണ്, അവർക്കത് പറയാനുള്ള ശക്തിയില്ല എന്നൊക്കെ കർത്താവിനറിയാം. 49-ാം വാക്യത്തിൽ, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സ്വതവേ ഇതിനുള്ള ശക്തിയില്ല. നിങ്ങൾ ഭയമുള്ളവരാണ്. യഹൂദന്മാരെ നിങ്ങൾക്ക് ഭയമാണ്. യഹൂദന്മാരെ ഭയമാണെങ്കിൽ പിന്നെ മറ്റുള്ള ജാതികളുടെ കാര്യം പറയണോ? ഇവരുടെ സ്വന്തം നാട്ടിൽ ഇവർക്ക് ഭയമാണെങ്കിൽ പിന്നെ മറ്റു നാട്ടിൽ പോയി എങ്ങനെ പ്രസംഗിക്കും? യേശു പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങൾക്ക് ഒരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ഭയം മാറും, നിങ്ങളുടെ ഭീരുത്വം മാറും, നിങ്ങളുടെ ബലഹീനത മാറും. നിങ്ങൾ ശക്തിയുള്ള എൻ്റെ സാക്ഷികളായി മാറും. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ നിങ്ങൾക്കൊരു മടിയോ ലജ്ജയോ ഭയമോ ഉണ്ടാവുകയില്ല. അതുതന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. വിദ്യാവിഹീനരായ സാധാരണക്കാരായ ഈ ശിഷ്യന്മാരെ നോക്കി അന്നത്തെ നേതാക്കൾ പറഞ്ഞു, ഇവർ സാധാരണ മനുഷ്യർ, പഠിപ്പില്ലാത്തവർ, പക്ഷേ ക്രിസ്തുവിനോട് കൂടെയുള്ളവർ. ഇവർ തന്നെ ആ നേതാക്കളെ നോക്കി പറയുകയാണ്, ഞങ്ങൾ മനുഷ്യനെ അനുസരിക്കണോ അതോ ദൈവത്തെ അനുസരിക്കണോ? അസാധാരണ ധൈര്യം അവർക്കുണ്ടായി. കാരണം കർത്താവ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ ഭീരുത്വവും ബലഹീനതയും മാറി. പരിശുദ്ധാത്മാവ് വരുന്നതുവരെ നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം എന്ന് യേശു അവരോട് പറഞ്ഞു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും എത്ര അറിവുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് സാക്ഷി ആകുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയാൻ കഴിയുകയുള്ളൂ. അത് ചെയ്തപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭ
വളരെ വേഗം വളർന്നു. ഇവരുടെ ശുശ്രൂഷ കേട്ട ആളുകൾ പാപബോധമുണ്ടായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ഇന്ന് അക്കാലത്ത് നടന്നതിലധികം സുവിശേഷ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ മാനസാന്തരപ്പെടുന്നില്ല. പാപികൾ മാനസാന്തരപ്പെട്ട് സഭയോട് ചേരുന്നില്ല. എന്താണ് കാര്യം? അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ. നമ്മുടെ പല ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ല നടക്കുന്നത്. പരിശുദ്ധാത്മാവും സുവിശേഷ പ്രവർത്തനങ്ങളും തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അനേക പ്രവർത്തനങ്ങളിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടാത്തത്, പാപികൾ മാനസാന്തരപ്പെടാത്തത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ശക്തിയുള്ള സാക്ഷികളാകും. ആ നിലയിൽ യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988-22-1957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988-22-1957.